പോളിനോമിയൽസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പോളിനോമിയൽസിന്റെ അവസാനത്തെ സെക്ഷനിലത്തെ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാണെന്നുള്ളത് നോക്കിക്കോളൂ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്ന ഈക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഈക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഈക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. അപ്പോൾ ചോദ്യം പറയാം. ഓക്കെ, അടുത്ത പ്രോബ്ലം 2x സ്ക്വയർ. ചോദ്യം ഞാൻ പറയാം. 2x സ്ക്വയർ പ്ലസ് 7x മൈനസ് 1 is equal to 0. ഇതാണ് നമ്മുടെ ചോദ്യം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഒരു പാറ്റേണിൽ ചെയ്തു പോക്കുള്ളൂ. ഞാൻ ചെയ്യുന്ന അതേ പാറ്റേണിൽ നിങ്ങൾക്ക് ചെയ്തു പോവാം. ഇതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. 2x സ്ക്വയർ പ്ലസ് 7x മൈനസ് 1 is equal to 0. നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണെന്ന് കണ്ടുപിടിക്കണം. എ is equal to, ബി is equal to, സി is equal to ഏതാണെന്ന് കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ് സ്ക്വയറിന്റെ ഏറ്റവും ആദ്യം ഇരിക്കുന്നല്ലോ, അതാണ് എ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2 ആണ്. ബി എന്ന് പറയുന്നത് എ കിട്ടി. ബി എന്ന് പറയുന്നത് ഇതാണ് ബി, സോ 7. സി എന്ന് പറയുന്നത് ഇതാണ് സി, മൈനസ് 1. ഓക്കെ, മനസ്സിലായല്ലോ? എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഈക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യണ്ടേ? എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഈക്വേഷൻ? മൈനസ് ബി. നിങ്ങൾ കൂടെ പറഞ്ഞിട്ട് ചെയ്യട്ടെ. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതാണ് നമ്മുടെ ഈക്വേഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് വാല്യൂസ് അപ്ലൈ ചെയ്യാം. മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? 2 അല്ലേ? 2 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ മൈനസ് 1 അല്ലേ? മൈനസ് 1. ഇതിന് ഞാനത് ബ്രാക്കറ്റിൽ ഇടുന്നുണ്ട് കേട്ടോ. കാരണം എന്താ? ഇത് ഒരുമിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് അതിന്റെ ബ്രാക്കറ്റിൽ ഇട്ടു. ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2a എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇതുവരെ മനസ്സിലായോ? ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ മൈനസ് 7 തന്നെയാണ്. ഇനി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്, 49 മൈനസ് 4 ഇൻറ്റു 2 8 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 8. ഓക്കെ, ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. നോക്കിക്കോളൂ. ഇസ് ഈക്വൽ ടു മൈനസ് 7 അതുപോലെ തന്നെ എഴുതി വെച്ചു. പ്ലസ് ഓർ മൈനസ് അതുപോലെ തന്നെ എഴുതി വെച്ചു. പ്ലസ് ഓർ മൈനസ് ഈ റൂട്ട് ഓഫ് 49 മൈനസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 മൈനസും കൂടിയിട്ട് എന്താവും? പ്ലസ് 8 ആവും. ഓക്കെ, ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അപ്പോൾ ഞാനത് മാറ്റുന്നുണ്ട്. ഇതേപോലെ ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് മൈനസ് 7 പ്ലസ് ഓർ മൈനസ് 49 കഴിഞ്ഞാൽ 50, 51, 52, 53, 54, 55, 56, 57 റൂട്ട് ഓഫ് 57 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? 2 സെക്ഷനായിട്ട് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഒന്നാമത്തെ ആൻസർ ആയിട്ട് മൈനസ് 7 പ്ലസ് റൂട്ട് 57 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്ന ഒരു ഉത്തരവും കിട്ടി. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഉത്തരം കിട്ടി. രണ്ടാമത്തെ ഉത്തരം എന്തുട്ടാ? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 7 മൈനസ് റൂട്ട് 57 ഡിവൈഡഡ് ബൈ 4. ഇങ്ങനെ 2 ഉത്തരങ്ങൾ കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ എക്സിന് നമുക്ക് 2 വാല്യൂസ് കിട്ടി ഇവിടെ. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് എക്സിന്റെ വാല്യൂസ് ഇതാണെങ്കിൽ കോർഡിനേറ്റുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതാം മൈനസ് 7 പ്ലസ് റൂട്ട് 57 ഡിവൈഡഡ് ബൈ 4, 0. ഇതൊരു കോർഡിനേറ്റും ഇവിടുത്തെ കോർഡിനേറ്റ് ഏതാ? മൈനസ് 7 മൈനസ് റൂട്ട് 57 ഡിവൈഡഡ് ബൈ 4, 0. ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്, ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്. ഇങ്ങനെ കിട്ടും. മനസ്സിലായല്ലോ? ഇതിനെയാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഇതേപോലെ തന്നെ അടുത്ത ചോദ്യം ചെയ്യാം. ഇപ്പോൾ സെയിം നമുക്ക് ആവശ്യമുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിതാ ഈ ഈക്വേഷൻ ആവശ്യമുള്ളത്. സോ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഈക്വേഷൻ ആണ്. ഇത് പഠിച്ചു വെക്കണം.
കാരണം ഇത് വെച്ചിട്ടാണ് നമ്മുടെ അടുത്തതായിട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, സോ നമ്മുടെ ചോദ്യം നോക്കാം. യെസ്, ഓക്കെ. സോ നമ്മുടെ ചോദ്യം വരുന്നത് 9x². ഇനി ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാം കേട്ടോ. പ്ലസ് 12x പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്യണം? എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണെന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇതാ ഇത്രയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഇതിൽ എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണെന്ന് എഴുതി വെക്കാം. ഇതാണ് എ എന്ന് പറയുന്നത്, എ ഇസ് ഈക്വൽ ടു 9. ഇതാണ് ബി എന്ന് പറയുന്നത്, ബി ഇസ് ഈക്വൽ ടു 12 ആൻഡ് സി ഇസ് ഈക്വൽ ടു 4. എല്ലാം പോസിറ്റീവ് ആട്ടാ, 4. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടി. സോ ഇതിന്റെ ബേസിലാണ് നമ്മൾ ക്വസ്റ്റൻസ് എഴുതാൻ പോകുന്നത്, ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റൻ ഒന്ന് എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. വാല്യൂസ് കൊടുക്കാം. മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -12 ആണ്, കണ്ടോ ബി. ഓക്കെ, ഇനി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ന്റെ സ്ക്വയർ ആണ്. -4 ഇൻറ്റു എ എത്രയാ 9 ഇൻറ്റു സി എത്രയാ 4 ഡിവൈഡഡ് ബൈ, ഇത് ഞാനത് ബ്രാക്കറ്റിൽ ഇടുന്നുണ്ട്, 2 ഇൻറ്റു 9. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്യാം. -12 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 12 144 ആണ്. നമ്മൾ കുറെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബൈ ഹാർട്ട് ആയിട്ട് നിൽക്കൂട്ട. 4 ഇൻറ്റു 9 1 9 9 2 9 3 9 27 4 9 36 36 ഇൻറ്റു 4 36 ഇൻറ്റു 4 6 4 24 24 4 ബാക്കി 2 3 12 13 14 144 ഇനി ഇവിടെ. 144 മൈനസ് 144. ഓക്കെ, ഡിവൈഡഡ് ബൈ 9 9 2 9 18. മനസ്സിലായോ? ഇത്രയും കിട്ടിയോ നോക്കിക്കേ. ഇത്രയും കിട്ടിയിട്ടുള്ളത് മനസ്സിലായോ നോക്കൂ. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. -12 പ്ലസ് ഓർ മൈനസ് ഇതാ ഇവിടെ എത്ര കിട്ടി നമുക്ക്? റൂട്ട് 144 നിന്ന് 144 പോയപ്പോൾ 0 ഡിവൈഡഡ് ബൈ 18 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇതാ ഈ ഭാഗം ഇല്ല. ഇനി റൂട്ട് 0 അതിന്റെ വാല്യൂ ഇനി എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനി എഴുതേണ്ട ആവശ്യമില്ല. ഇനി എന്ത് മാത്രമേ ഉള്ളൂ? -12 ഡിവൈഡഡ് ബൈ 18. നമുക്ക് ഇനി കട്ട് ചെയ്യാലോ ഇതിനെ. എങ്ങനെ കട്ട് ചെയ്യാം? 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 6 ഇവിടെ 9 അല്ലേ? കട്ട് ചെയ്തു. ഇനി ഇത് 6 വെച്ച് 2 വെച്ച് കട്ട് ചെയ്തപ്പോൾ 6. ഓക്കെ, ഇനി കട്ട് ചെയ്യാലോ. നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 -2 ഇവിടെ 3 -2/3. -2/3 എന്ന് പറയുന്ന ഉത്തരം നമുക്ക് കിട്ടി. സോ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -2/3 എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് 0. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കേട്ടോ. മനസ്സിലായോ? കിട്ടിയല്ലോ? ഓക്കെ, ഈസി ആയിട്ടുള്ളതല്ലേ. നമുക്ക് ഈ ഒരു ഈക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈക്വേഷൻ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്ന് പറയുന്ന ഈക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ABC കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നേരെ വാല്യൂസ് കൊടുക്കുക. അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ.